എല്ലാം നിങ്ങൾക്കെതിരായി തോന്നുമ്പോൾ വിമാനം കാറ്റിനൊപ്പമല്ല, മറിച്ച് അതിനെതിരെയാണ് നീങ്ങുന്നതെന്ന് ഓർമ്മിക്കുക. ഒരു വിജയവും അത്ര എളുപ്പമല്ല. നിതാന്ത ജാഗ്രതയും പരിശ്രമവും വെല്ലുവിളികൾ നേരിടാനുള്ള മനക്കരുത്തും ഉള്ളവരെ ഒരു പരാജയത്തിനും കീഴ്പ്പെടുത്താൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്ന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഏതൊക്കെ പ്രവൃത്തികളിൽ മനുഷ്യർ ഏർപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള വെല്ലുവിളികളാണ് ആദ്യം ഉയർന്നു വരിക. വെല്ലുവിളികളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും എന്നൊക്കെ ഭയപ്പെട്ട് ഇരുന്ന് പോയവർ ആരും തന്നെ ഈ ലോകത്ത് ഒന്നും നേടിയിട്ടില്ല, ഒരിടത്തും എത്തിയിട്ടുമില്ല. ഈ ലോകത്ത് ജീവിച്ചിരുന്നതായി ഒരു തെളിവും അവശേഷിപ്പിക്കാതെയുള്ള സാധാരണ ജനനവും മരണവും എന്നതിനപ്പുറം ഇവർക്കൊന്നുമില്ല. പുൽക്കൊടികൾ പോലെ കിളിർത്തും കരിഞ്ഞും നദികൾ പോലെ നിറഞ്ഞും പറ്റിയുമുള്ള തനിയാവർത്തനങ്ങളിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ അങ്ങനെ പോകുന്ന ജീവിതങ്ങളെയൊക്കെ ആരറിയാനാണ്? ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഓർക്കുക. തൻ്റെ അടുത്തുള്ള ജീവിതത്തെ നയിച്ചാൽ മതി. ഏത് സാഹചര്യത്തിനും പ്രത്യാശ കൈവിടാതെ ഒഴുക്കിനെതിരെ നീന്താൻ പരിശീലിക്കുക. ഒഴുക്കിനൊപ്പം ആർക്കും സഞ്ചരിക്കാൻ പറ്റുമല്ലോ. ഇതിൻ്റെ എല്ലാ പാഠങ്ങൾ പ്രകൃതിയിലുണ്ട്. പ്രകൃതിയിൽ നിന്ന് പഠിക്കുക, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുക. അത് വിജയത്തെ കലാശിക്കുമോ എന്ന് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ വിമാനത്തിൽ നോക്കൂ, അവ എങ്ങനെയാണ് പറക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാറ്റിനെതിരെ, വായുവിനെ കീറിമുറിച്ചല്ലേ അത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത്. ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുമ്പോൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ പരാജയം സംഭവിക്കുമ്പോൾ വിമാനത്തെ ഓർക്കുക. അത് കാറ്റിനെതിരെയാണ് സഞ്ചരിക്കുന്നത്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ നിന്നാണ് എന്ന് ഓർത്താൽ മതി. ശുഭദിനം.